എൻ്റെ വീട് അങ്കമാലി. ഞാനൊരു റോമൻ കാത്തലിക് വിശ്വാസിയാണ്. ചെറുപ്പത്തിൽ ഞാൻ മുസ്ലിം സമുദായത്തെ ഒരു പേടിയോടുകൂടിയാണ് കണ്ടിരുന്നത്. എനിക്ക് ഗൾഫിൽ വന്നതിന് ശേഷമാണ് മുസ്ലിം സമുദായത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനും അറിയുവാനും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പഠിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ പല സംശയങ്ങളും ഉരുത്തിരിയുണ്ടായി. ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകപ്പെട്ടപ്പോൾ അറബി പ്രദേശമല്ലാത്ത സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു, ഇതര മതസ്ഥരിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബി ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ടല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം എനിക്ക് ധാരാളം ഫ്രണ്ട്സുണ്ട്, മുസ്ലിം ഫ്രണ്ട്സുണ്ട്. അവർ നിസ്കരിക്കാറുണ്ട്. അവരെ നിസ്കാര പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പലർക്കും അതിന്റെ അർത്ഥം അറിയില്ല. അവര് പറഞ്ഞു തന്നു, അതിനനുസരിച്ച് അവർ ചെല്ലുന്നു. ഇതൊരു പക്ഷേ നമ്മുടെ ഭാഷയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നെങ്കിൽ നമ്മൾ അർത്ഥം അറിഞ്ഞ് നന്നായിട്ട് നിസ്കരിക്കുമായിരുന്നില്ലേ? മറ്റുള്ള ഭാഷകളിലേക്ക് എന്തുകൊണ്ട് തർജ്ജമ ചെയ്യപ്പെട്ടില്ല അല്ലെങ്കിൽ സ്വാധീനിച്ചില്ല എന്നാണ് എൻ്റെ പ്രശ്നം. ടോം ജോസഫിന്റെ 2 ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അതെങ്ങനെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ അത് അറബിയിലായത് കൊണ്ടല്ലേ അത് സ്വാധീനിക്കാതിരുന്നത് എന്നാണ് ചോദ്യം. തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. ഒന്നാമതായി, പരിശുദ്ധ ഖുർആൻ പടച്ചവന്റെ വചനമാണ്. നമ്മൾ ബൈബിളിനെ പോലെയോ മറ്റ് ഗ്രന്ഥങ്ങളെ പോലെയോ മനസ്സിലാക്കുന്നത് പോലെയല്ല. ബൈബിളിൽ 66 ആണെങ്കിലും 73 ആണെങ്കിലും പുസ്തകങ്ങളിൽ ഇതെല്ലാം മനുഷ്യരുടെ രചനകളാണ്. ദൈവം അവരിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമേ വിശ്വാസമുള്ളൂ. ദൈവനിവേശിതമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്നാണ് ബൈബിളിനെ കുറിച്ചുള്ള പൊതുവായ സങ്കല്പം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ പടച്ചവൻ നേരിട്ട് മനുഷ്യരോട് സംസാരിച്ചതാണ്. ഖുർആൻ മനുഷ്യരോട് പടച്ചവൻ സംസാരിച്ചതാണ്. പടച്ചവൻ സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഭാഷാ മാധ്യമം അറബിയാണ്. ആ അറബി ഭാഷയിലാണ് മനുഷ്യരോട് പടച്ചവൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെയാകുമ്പോ ആ ഭാഷയുടെ സവിശേഷത, അന്ന് ഭാഷകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഭാഷകൾക്ക് ടോം ജോസഫിന് അറിയുമായിരിക്കും, ഭാഷകൾക്കെല്ലാം അതിൻ്റെ പരിണാമത്തെക്കുറിച്ച്, എവല്യൂഷനെ കുറിച്ച് അതിൻ്റെതായ ചരിത്രമുണ്ട്. ഇംഗ്ലീഷെല്ലാം അതിൻ്റെ ഒരു പൂർണ്ണത എന്ന രൂപത്തിൽ എത്തിയിട്ടുള്ളത് ഒരു ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ ഭാഷകളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തുകയും കായ്ക്കുകയും പുഷ്പിക്കുകയും ചെയ്ത ഭാഷയായിരുന്നു അറബി. ആ അറബി ഭാഷ തന്നെ പടച്ചവൻ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാകാം. ഏതായിരുന്നാലും ഇങ്ങനെ പടച്ചവൻ സംസാരിച്ച ഭാഷയായ അറബി, ആ അറബി ഭാഷയിൽ ഉള്ള പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ ആദ്യമായി ഉൾക്കൊണ്ടതും പ്രയോഗവൽക്കരിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്, മുഹമ്മദ് നബി തന്നെയാണ്. അദ്ദേഹത്തിന്റെ 23 വർഷ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ആദ്യമായി അദ്ദേഹം പ്രയോഗവൽക്കരിച്ചു. അത് പ്രയോഗവൽക്കരിക്കുന്ന ഒരു സമൂഹത്തെ അദ്ദേഹം സജ്ജമാക്കി. 23 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഒരു സമൂഹം പൂർണ്ണമായും സജ്ജമായിരുന്നു, ഖുർആനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി. ഖുർആൻ അവരുടെ ജീവിതമായിരുന്നു. അവർ ഖുർആൻ പഠിക്കുകയും ഖുർആന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല ചെയ്തത്, ഖുർആൻ അനുസരിച്ച് ജീവിച്ച് ലോകത്തിന് മാതൃകയാവുകയാണ്. അവരെ ചൂണ്ടിക്കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി എന്ന്. അഥവാ നിങ്ങളാണ് ഉത്തമ സമുദായം,
മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവർ, നിങ്ങൾ സദാചാരം കൽപ്പിക്കുന്നു, ദുരാചാരത്തിൽ നിന്ന് വിലക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പോ ഈ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ആ ഉത്തമ സമുദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിയുമ്പോഴേക്ക് ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആ ഭാഗങ്ങളിൽ അവർ ജീവിക്കുന്ന ഖുർആനുകളായതുകൊണ്ട് തന്നെ അവർ ഖുർആൻ പഠിപ്പിച്ചു, ഖുർആന്റെ ഭാഷ പഠിപ്പിച്ചു, ഖുർആന്റെ ആശയവും പഠിപ്പിച്ചു. നമുക്കറിയാലോ, ഇന്നത്തെ പോലെ അച്ചടി അത്ര വ്യാപകമായിരുന്നില്ല അക്കാലഘട്ടത്തിൽ എന്നുള്ളത്. അച്ചടി ഒരു 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമെല്ലാമാണല്ലോ വ്യാപകമായി വന്നത്. അപ്പോ ഖുർആൻ പഠിപ്പിച്ചു, എങ്ങനെ? അവരുടെ ജീവിതം കൊണ്ട്. ഖുർആന്റെ ഭാഷയും പഠിപ്പിച്ചു പരമാവധി ആളുകൾക്ക്. അതോടൊപ്പം തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ ആളുകൾ ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ആ ഖുർആൻ ലോകത്തെല്ലായിടത്തും, ഒരു ഖുർആന്റെ അവതരണം കഴിഞ്ഞ് 100 വർഷമായപ്പോഴേക്ക് ലോകത്തെല്ലായിടത്തും ഖുർആനിന്റെ സന്ദേശം എത്തുകയും ആ എല്ലായിടത്തുമുള്ള ആളുകളിൽ ചിലരെങ്കിലും ഖുർആനിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സന്നദ്ധമാവുകയും ചെയ്തു. ഇത് പിൽക്കാലഘട്ടത്തിൽ അച്ചടി വിദ്യ വ്യാപകമായപ്പോ പരിശുദ്ധ ഖുർആൻ എഴുതിയ അച്ചടിച്ച അറബി ഖുർആനുകൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ പരിഭാഷയും ഉണ്ടായി. പക്ഷെ ഖുർആൻ പരിഭാഷയ്ക്കൊരു പരിമിതിയുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവൻ സംസാരിച്ചത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ആ സംസാരിച്ചതിന്റെ ഗാംഭീര്യവും സൗന്ദര്യവും സൂക്ഷ്മതയും ഉൾക്കൊള്ളണമെങ്കിൽ അറബിയിൽ തന്നെ ഖുർആൻ മനസ്സിലാക്കണം. എന്നാൽ ഖുർആന്റെ ആശയം മലയാളത്തിലോ മറ്റു ഭാഷകളിലോ മനസ്സിലാക്കാം. ഈ കാലം മുതൽക്ക് തന്നെ ലോക ഭാഷകളിൽ ഖുർആനിന്റെ പരിഭാഷകൾ പുറത്തിറങ്ങി. ആ പരിഭാഷകൾ ലോകത്തെല്ലായിടത്തും വിതരണം ചെയ്യപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു വശം. അപ്പൊ ഖുർആൻ, ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുറയിൽ തന്നെ പരിവർത്തനമുണ്ടായി ഖുർആന്റെ പ്രാഥമിക സംബോധിതരിൽ. അങ്ങനെ പരിവർത്തനമുണ്ടായ പൂർണ്ണമായ ഖുർആനിന്റെ കോപ്പികൾ, അങ്ങനെ തന്നെ പറയട്ടെ, എന്തുകൊണ്ടെന്നാൽ ഖുർആനായിരുന്നു അവരുടെ ജീവിതം. അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി. അവരിലൂടെ ഖുർആന്റെ ആശയങ്ങൾ ലോകം പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഖുർആൻ മനസ്സിലാക്കി, ഖുർആന്റെ ആശയത്തിലേക്ക് ലോകം കടന്നു വന്നു. പിൽക്കാലഘട്ടത്തിൽ അച്ചടി വിദ്യ വന്നപ്പോ ഖുർആനിന്റെ ആശയം ആ ഭാഷ, അറബി ഭാഷ, മലയാള ഭാഷയിലേക്കും ലോക ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടു. അത് ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിനു മുൻപും പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ അറിയാത്ത ആളുകൾക്ക് ഖുർആനിൽ അറബി ഭാഷയിൽ ഓതിക്കൊടുക്കുകയും അത് പരിഭാഷ വാക്കാൽ നിർവഹിക്കുകയും വാമൊഴിയായി നിർവഹിക്കുകയും ചെയ്തു പോന്നു. അതായിരുന്നല്ല അന്നത്തെ രീതിശാസ്ത്രം. ഇനി പ്രാർത്ഥനകളുടെ കാര്യം. എൻ്റെ സുഹൃത്തിന്റെ സ്നേഹിതന്മാർക്ക് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കണം. പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞു ചൊല്ലാനുള്ളവ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത് നമസ്കാരം മുനാജാത്താണ് എന്നാണ്, അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് എന്ന്. ആ സംഭാഷണത്തിൽ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ വെറുതെ ഉരുവിടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ആ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ച ആത്മവിശുദ്ധി നേടിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് അതിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ മാത്രമല്ല, പ്രാർത്ഥനകളുടെ വിശേഷിച്ചും ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണോ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന? ഇനി എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടാ എന്ന ചോദ്യം, അതാണ് ടോമിന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഇസ്ലാം ഒരു സാമൂഹ്യ മതമാണ്. കേവലം വ്യക്തിയുടെ സംസ്കരണം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ സംസ്കരണം കൂടി ലക്ഷ്യമാക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ഒപ്പം തന്നെ ഇസ്ലാമിലെ ആരാധനകളെല്ലാം സമൂഹ പ്രസക്തമാണ്. അപ്പോ ആരാധനകളിൽ പ്രധാനപ്പെട്ട നമസ്കാരം ഒരു മുസ്ലിമിന് എവിടെ വെച്ചും നിർവഹിക്കാൻ കഴിയണം, എവിടെ വെച്ചും അതിലെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ കഴിയണം. ആ പ്രാർത്ഥനകളാകട്ടെ ഒരു ഇമാമ് ചൊല്ലുകയും, ചിലതെല്ലാം ഇമാമ് ചൊല്ലുകയും പിന്നിലുള്ളവർ അത് ഏറ്റു ചൊല്ലുകയും ചെല്ലേണ്ടതുണ്ട്, മറ്റ് ചിലത് മെല്ലെ ചെല്ലേണ്ടതുണ്ട്. ഇതെല്ലാം ഓരോരുത്തരും അവനവന്റെ ഭാഷയിലാകുമ്പോൾ ഈ ഐകരൂപ്യം ഉണ്ടാകുന്നില്ല, ഈ ഒരു കോമൺ പർപ്പസ് ഉണ്ടാകുന്നില്ല. ഈ ഒരു അടിസ്ഥാനപരമായി എല്ലാവരും ഒരേ ദൈവത്തോട്,
ഒരേ രൂപത്തിൽ ഒരേ പദം ഉപയോഗിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിലെ നമസ്കാരത്തിന്റെ സവിശേഷത. ആ നമസ്കാരത്തിൽ നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ അത് അറബി ഭാഷയിൽ തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ അത് പടച്ച തമ്പുരാൻ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ പടച്ചവൻ തന്നെ പഠിപ്പിച്ചതായതുകൊണ്ട് പടച്ചവൻ പഠിപ്പിച്ച രീതിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ലാത്ത സമയങ്ങളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ ഭാഷകളിലാകാം. ഈ നമസ്കാരത്തിന്റെ സമയത്തല്ലാത്തപ്പോഴും പ്രാർത്ഥനകളുണ്ട്, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ വ്യക്തിപരമായി നമുക്ക് ഏത് സമയത്ത് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം അവനവന്റെ ഭാഷയിലാകാം, ആ ഭാഷ അറിയുമെങ്കിൽ അറബിയിലുമാകാം. അപ്പൊ ചുരുക്കത്തിൽ പ്രാർത്ഥന എന്നുള്ളത് കേവലം മനസ്സിൽ നിന്ന് ഉയരുന്ന കേവല അഭ്യർത്ഥനക്കപ്പുറത്ത് സർവശക്തനായ തമ്പുരാൻ തന്നെ ആ പ്രാർത്ഥനാവചനങ്ങൾ പഠിപ്പിച്ചു തരികയും ആ പ്രാർത്ഥനാവചനങ്ങൾ എല്ലാവരും ഒരേപോലെ ഉരുവിടുന്ന അവസ്ഥയുണ്ടാകണം എന്നുമാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തെ താല്പര്യം. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥനകളുടെ യഥാർത്ഥ ആത്മാവ് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതിനവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. റൊട്ടേഷൻ അനുസരിച്ച് സ്ത്രീകളുടെ ഭാഗത്താണ് അടുത്ത ചോദ്യം. അതിനു മുമ്പായി സദസ്സിലുള്ള മുസ്ലിം സഹോദരന്മാരോട് ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട്